ധന്യ റിപ്പോർട്ടർ ടി വിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതായത് കലോത്സവ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ദ്വയാർത്ഥ പ്രയോഗം, നമ്മളത് വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ആ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് കണ്ടോൺമെൻറ്റ് പോലീസ് അത് പരിശോധിക്കുകയും അതിൽ പോക്സോ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ 1-ാം പ്രതിയും അതുപോലെ തന്നെ ഷഹബാസ് 2-ാം പ്രതിയുമായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇനി ഈ വിഷയത്തിൽ റിപ്പോർട്ടർ ടി വിയിൽ ചർച്ചയുണ്ടാകുമോ എന്നറിയാനുള്ള കൗതുകം എനിക്കുമുണ്ട്. കാരണം എല്ലാ കാര്യത്തിലും ചർച്ച നടത്തുന്ന ആളുകളാണ്. അപ്പോൾ സ്വന്തം വിമർശനം വരുന്ന സമയത്ത് അതും കൂടെ പറയണമല്ലോ. ഈ ചില മാധ്യമപ്രവർത്തകർ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ, ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം സ്വന്തം വരുന്ന കേസുകൾ അദ്ദേഹം തന്നെ എനിക്കെതിരെ ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട്, അതിൽ ഇന്നതാണ് സംഭവിച്ചത്, ഇന്ന് നിയമപരമായി നേരിടുമെന്നൊക്കെ പറഞ്ഞ് സ്വയം വിമർശനവും അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും അരുൺകുമാർ പറയുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ രീതിയിൽ ബോച്ചക്കെതിരെയൊക്കെ പറഞ്ഞ അരുൺകുമാർ അല്ലെങ്കിൽ റിപ്പോർട്ടർ ടി വിയൊക്കെ ഈ വിഷയത്തിൽ എന്ത് പറയും എന്നത് കൗതുകകരമാണ്. എനിക്ക് എന്താ തോന്നുന്നത്? ഈ മുൻനിര മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഈ ചാനലുകളൊക്കെ റേറ്റിങ്ങിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ്. പരസ്യം വേണം. ഇപ്പോൾ ഒരു തവണ 24 2-ാം സ്ഥാനത്തെത്തിയാൽ പിന്നെ എന്താ പറയുക, എന്ത് നാടകീയതയും കാണിച്ചുകൊണ്ട് 2-ാം സ്ഥാനത്ത് 24-നെക്കാളിലും കുതിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് റിപ്പോർട്ടർ. അപ്പോൾ പ്രത്യേകിച്ച് ഇവർക്കൊന്നും ഓൺലൈൻ മാധ്യമങ്ങളെ കണ്ണിനടുത്ത് കാണാൻ പാടില്ല എന്നുള്ളതാണ്. ഇവർ ചെയ്യുന്നതിൻ്റെ ഇവർ നൽകാത്ത കുറേ നല്ല വാർത്തകൾ, ജനങ്ങളിലേക്ക് എത്തേണ്ട നല്ല വാർത്തകൾ ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പലരും കാണാതെ പോകുന്നു. കാണുന്ന നല്ലവരായ പ്രേക്ഷകരുമുണ്ട്. ഈയിടയ്ക്ക് ഒരു റിപ്പോർട്ടർ ചാനൽ തന്നെ റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നിറങ്ങിയ സമയത്ത് ഈ കാക്കനാട് ജയിലിൻ്റെ മുന്നിൽ നിന്ന് പറയുന്നത് കേട്ടു, ഓൺലൈൻ മാധ്യമ പ്രവർത്തകരൊന്നും വന്നില്ല, ഇവരൊക്കെ സംഘം ചേർന്നുകൊണ്ട് ചിലപ്പോൾ വരാത്തതായിരിക്കാം, അതിൽ തന്നെ എന്തോ ഒരു ദുരൂഹതയുള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഈ ഓൺലൈൻ യൂട്യൂബാണ് ആളുകൾ കാണുന്നത്. 24 മണിക്കൂറും ജോലിയുള്ളവർ ചാനലല്ല കാണുന്നത്. യൂട്യൂബിൽ നിങ്ങളുടെ പ്രേക്ഷകർ കാണുന്നത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ പ്രേക്ഷകരും കാണുന്നത് എന്നുള്ളത്. അവിടെ യൂട്യൂബ് എന്നോ പ്രമുഖ ചാനലൊന്നോ ഉള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല. നിങ്ങൾ പരസ്യം വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്നു, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കഴിവിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ അരുൺകുമാർ എനിക്ക് തോന്നുന്നു നികേഷ് സാർ കഴിഞ്ഞാൽ, നികേഷ് സാർ എന്ന് ഞാൻ വിളിച്ചത് എനിക്ക് അത്രയും പ്രിയപ്പെട്ട എൻ്റെ ഒരു ഗുരുതുല്യനായ ഒരാളായതുകൊണ്ടാണ് നികേഷ് സാർ. എനിക്ക് നികേഷ് കുമാർ എന്നൊന്നും പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നികേഷ് സാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, അറിവുള്ള, ഏറ്റവും നല്ല രീതിയിൽ അവതരണം നടത്തുന്ന മാധ്യമ പ്രവർത്തകൻ ആരെ എടുത്ത് നോക്കിയാലും അരുൺകുമാറിനപ്പുറം ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതൊരു ആലങ്കാരികമായി പറയുന്നതല്ല. അദ്ദേഹം അത്രത്തോളം നല്ല രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല വാർത്തകളും കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹം എവിടെയൊക്കെയോ അധപ്പതിച്ചു പോയി എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഈ ചാനലിൻ്റെ റേറ്റിങ്ങിൻ്റെ കുതിപ്പിൽ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും കരസ്ഥമാക്കാൻ വേണ്ടി എന്തും കാണിക്കാം, ഏത് തരത്തിലേക്കും നമുക്ക് തരം താഴാം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പോയോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ചില സംസാരങ്ങൾ, ചില രീതികൾ, ചില പ്രയോഗങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളിൽ നിന്നൊന്നും ഞങ്ങൾ ഇതല്ല സാറേ പ്രതീക്ഷിച്ചത് എന്ന് പറയാൻ പലപ്പോഴും തോന്നാറുണ്ട്. എന്ന് പറഞ്ഞ് ഇൻഷർട്ട് ചെയ്ത് സോട്ടും കൂട്ടും ഒക്കെ ഇട്ട് കൈയൊന്നും അങ്ങനെയല്ല പറയുന്നത്. ചില മാറ്റങ്ങൾ സംസാര ഭാഷയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതിയിലോ ഒക്കെ വന്നിട്ടുണ്ട്. അത് മനഃപൂർവ്വമല്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ ചാനലിൽ നിന്ന് പ്രഷർ ഉണ്ടാകാം, ചാനലിൻ്റെ കുതിപ്പിന് ഏത് രീതിയിലേക്കും തരം താഴണം എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ചാനൽ പറയുന്നുണ്ടാകാം, അറിയില്ല. എന്തായാലും ഇവിടെ മണവാട്ടിയായ കലോത്സവത്തിന് 63ാമത് ജില്ലാ കലോത്സവത്തിൽ 63ാമത് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു പെൺകുട്ടിയോട് ദ്വയാർത്ഥ പ്രയോഗ രീതിയിൽ സംസാരിച്ചു. അതും 18 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയോടാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അത് പോലീസിന് നൽകി. എന്നിട്ട് പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞു. ഇപ്പോൾ പോലീസ് അന്വേഷിച്ച് കൃത്യമായ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1-ാം പ്രതിയായിട്ടാണ് അരുൺകുമാറിനെ പ്രതി ചേർത്തിരിക്കുന്നത്. ബോച്ചയുടെ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് ഇങ്ങനെയാണ്: അടുത്ത ബോച്ചയുടെ സെല്ലിൽ, ബോച്ച കിടന്ന സെല്ലിൽ 6-ാം നമ്പറുകാരനായ അരുൺകുമാർ എത്തുമോ എന്നൊക്കെയാണ് ആളുകൾക്ക് അറിയേണ്ട സംശയം. കാരണം അതിൽ ആളുകൾ ചോദിക്കുന്നത് ഇതിൽ തെറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ 2 സൈഡും ചേർന്ന് നിന്ന് സംസാരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, ഒരാൾ വളരെ പ്രകോപിതനായി സംസാരിക്കുന്നത്. 24-ലെ ഹാഷ്മി
ഒരു ഇൻട്രോ നടത്തുന്നുണ്ട് ഈ ഹണി റോസുമായി ബന്ധപ്പെട്ട ബോബി ചെമ്മണ്ണൂരിൻ്റെ. എന്നിട്ട് ആ ഇൻട്രോയിൽ ഹാഷ്മി പറയുന്നുണ്ട് ഇത് കുട്ടികളെ കാണിക്കരുത് എന്നുള്ളത്. അപ്പം ഇൻട്രോയിൽ വളരെ വൈകാരികമായാണ് ഹാഷ്മിയുടെ ഇൻട്രോ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര പിന്നെ എന്താ പറയുക, കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിട്ട് ആളുകൾ എടുക്കുന്ന ഇൻട്രോയാണ് അദ്ദേഹത്തിന്. അതൊക്കെ പലപ്പോഴും വൈറലായിട്ട്. അപ്പോൾ ഈ പറയുന്ന അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ എത്ര സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ എത്ര സ്ത്രീകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾ സംസാരിക്കും? ഇപ്പോൾ യു പിയിലോ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, ഇത് അദ്ദേഹം പറഞ്ഞതല്ല, ഞാൻ ചോദിക്കുന്നതാണ്, സംസ്ഥാനത്ത് ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ആ പെൺകുട്ടിയോടൊപ്പമല്ല നിൽക്കുന്നത്, അവിടുത്തെ സർക്കാരിനെ ഇടിച്ച് തരം താഴ്ത്തി അവിടെ BJP ഭരിക്കുന്നത് കൊണ്ടാണ് ആ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായത് എന്നൊരു മടിയും കൂടാതെ പറയാൻ തയ്യാറാവുന്നവരാണ് ഇവരൊക്കെ. ഇവിടെ 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ കായിക പരിശീലനത്തിനായി പോയ ഒരു പെൺകുട്ടിയെ 64 പേർ ചേർന്നാണ് പീഡിപ്പിച്ചത്. അതും നവവരൻ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ. 5 വർഷം ആ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചു. 64 പേരെന്ന് പറയുമ്പോൾ നമ്മളാരും പിണറായി വിജയനെ കുറ്റം പറഞ്ഞില്ല. അല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദളിത് പീഡനം എന്നാണ് പറയപ്പെടുന്നത്. അതെ, ഈ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ നടന്നതാ. ഒരു ഓൺലൈൻ മാധ്യമങ്ങളും നമ്മളുൾപ്പെടുന്ന ഓൺലൈൻ മാധ്യമങ്ങളൊന്നും ഒന്നും എന്ന് ഞാൻ പറയുന്നില്ല. പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടാകാം, അവരെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അല്ലാത്ത ഒരു ഓൺലൈൻ മാധ്യമങ്ങളും പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയാൻ, പിണറായി വിജയൻ 24 മണിക്കൂറും കേരളത്തിൽ ഇതാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വീട്ടുകാർ പോലും അറിയാത്ത ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് അറിയുന്നത്? അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. അതിനുശേഷം അദ്ദേഹം അക്കാര്യത്തിൽ സ്വീകരിച്ച നിയമ നടപടി എന്താണ്? പ്രതികളെ സംരക്ഷിച്ചോ, അല്ലെങ്കിൽ അദ്ദേഹം പ്രതികൾക്ക് ഒപ്പമാണോ എന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് നമ്മളൊരു സർക്കാരിനെ എതിർക്കുന്നത്. ഇവിടെ കൃത്യമായി തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അതിവേഗം തന്നെ പ്രതികളെ പിടികൂടി കൃത്യമായി പോലീസ് അതിൽ അന്വേഷണം നടത്തി ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കാനുള്ള വേണ്ട നടപടിക്രമങ്ങളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് സർക്കാരിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷെ പെൺകുട്ടി അനുഭവിച്ച വേദന അത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താനും പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്തവന്മാർക്കൊക്കെ വധശിക്ഷ തന്നെ നൽകണമെന്നേ ഞാൻ പറയൂ. നമ്മൾ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഇവന്മാരെ ഇനി പുറത്തു വിടരുതെന്നേ ഞാൻ പറയൂ. പക്ഷേ യു പിയിലോ പിന്നെ ഗുജറാത്തിലോ ഒക്കെയാണ് എങ്കിൽ ഹാഷ്മി ഇത്തരം വലിയ ഇൻട്രോയൊക്കെ നീട്ടി വലിച്ചങ്ങ് പറയുമോ എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റ് പറയാനും കഴിയില്ല. അല്ല, അത് ശരിയാണ്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് തന്നെ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ യുവജന സംഘടനകളുണ്ട്, സാംസ്കാരിക സംഘടനകളുണ്ട്, കലാകാരന്മാരുണ്ട്. എന്ത് വന്നാലും നമ്മൾ സർക്കാരിന് മാത്രമേ പിന്തുണ പ്രഖ്യാപിക്കാവൂ എന്ന് പറഞ്ഞ എഴുത്തുകാരും ഇവിടെയുണ്ട്. അങ്ങനെയുള്ള ആളുകളൊന്നും തന്നെ മെഴുകുതിരി പ്രതിഷേധങ്ങൾ നടത്തുകയോ മാനവീയ വീഥിയിലോ കോഴിക്കോട് ബീച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മറൈൻ ഡ്രൈവിലോ ഒന്നും വലിയ പ്രതിഷേധങ്ങൾ നടന്നതായിട്ടോ ഞങ്ങൾ സ്വയം ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് തിരികെത്തിച്ചതായിട്ടോ നമ്മൾ അറിയുന്നില്ല. അത് തന്നെ ഇരട്ടത്താപ്പാണ്. അതായത് ഒരു പെൺകുട്ടിയെ 64ഓളം പേർ ചേർന്ന് കൈമാറി പീഡിപ്പിക്കുകയാണ്. കൈമാറുക എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നു, ഈ ദൃശ്യങ്ങൾ അയച്ച് ഭീഷണിപ്പെടുത്തുന്നു, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു. ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ പെൺകുട്ടി പ്രത്യേക മാനസികാവസ്ഥയിലേക്കായി പോകുന്നു. ഒരു സംരക്ഷിക്കേണ്ട നാട്ടുകാർ, നമ്മുടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാട്ടുകാരാണ് നമ്മളെ പലപ്പോഴും എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഇടപെടുന്നത്. ഇവിടെ ഒരു നാട്ടുകാർ മൊത്തം ആ പെൺകുട്ടിയെ ഒരുത്തൻ യൂസ് ചെയ്തത് അറിഞ്ഞുകൊണ്ട് എങ്ങനെ എനിക്കും കൂടെ ഉപയോഗപ്പെടുത്താമെന്ന് രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയും പരസ്പരം പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടെ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരാൾ സന്ദേശം കൈമാറുന്നു, നേരെ തിരിച്ച് റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയി പീഡിപ്പിക്കും. അവിടെ 4 പേർ ചേർന്ന് വന്നു നിന്ന് ആ കുട്ടിയെ ബലാത്കാരം ചെയ്യുന്നു. എന്നിട്ട് ഈ അക്ഷരം മിണ്ടിയാൽ കൊന്നുകളയുമെന്ന് പറയുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ അതിനെ ഒരു തരത്തിലും ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദളിത് പീഡനമായിട്ട് നമ്മുടെ കേരളത്തിലാണ് ഇത് നടന്നത് എന്നതുകൊണ്ട് ഒരാൾക്കും ഒരു കാര്യവും പറയേണ്ട, മാധ്യമങ്ങൾക്കൊന്നും ചർച്ചയേ അല്ല എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട്
അവർ പോലും ഈ കാര്യത്തെ എത്രത്തോളം ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്, മാധ്യമങ്ങൾ ഹാഷ്മി എത്ര ഇൻട്രോ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. അതാണ് ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ, അതായത് ഇത്തരം വിഷയങ്ങളിൽ ഇപ്പം റിപ്പോർട്ടർ ടീമുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം ഇതും മാധ്യമങ്ങൾ ചർച്ച ചെയ്യണ്ടേ? മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. അവർക്ക് വരുന്ന വിഷയങ്ങൾ മാത്രം എന്താ അവർ ചർച്ച ചെയ്യാത്ത എന്ന് കൂടെ കാരണം ഒന്നൊരു വിഷയം കൂടെ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ആ പെൺകുട്ടി അനുഭവിച്ച വേദന, ചിലപ്പോൾ ആ പെൺകുട്ടി ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അവർക്കും ഉണ്ടായ മാനസിക ദുഃഖം, അതിൽ കൃത്യമായ നടപടി ആരാണോ ചെയ്തത് അവർക്കെതിരെ ഉണ്ടാകണം.